ഹലോ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടെർപിനോയിഡ്സിൽ തന്നെ കുറച്ച് ഇൻഡിവിജ്വൽ ടെർപിനോയിഡ്സിനെ എടുത്ത് അതിൻ്റെ സോഴ്സ്, സ്ട്രക്ചർ, യൂസസും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടുള്ള ടെർപിനോയിഡാണ്. മോണോ ടെർപിനോയിഡ്സിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് സിട്രാൽ. സിട്രാലിൻ്റെ മോളിക്കുലർ ഫോർമുല C10H16O. ഇപ്പോൾ സിട്രാലിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. ഇതൊരു ഓപ്പൺ ചെയിൻ ഫോമാണ്. CHO ആണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പോൾ ടെർപിനോയിഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഹൈഡ്രോ കാർബൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഓക്സിജൻ ഡെറിവേറ്റീവ് അടങ്ങിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിരിക്കാം. ഓക്സിജൻ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഓക്സിജൻ കണ്ടന്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് അടങ്ങുന്ന ഒരു ഓപ്പൺ ചെയിൻ ഫോമുള്ള ഒരു ടെർപിനോയിഡാണ് സിട്രാൽ എന്ന് പറയുന്നത്. അപ്പോൾ സിട്രാൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. നമ്മൾ പുൽത്തൈലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ലെമൺ ഗ്രാസ് ഓയിലാണ് മെയിനായിട്ടും സിട്രാൽ കാണപ്പെടുന്നത്. ഓയിൽ ഓഫ് ലെമൺ അല്ലെങ്കിൽ ഓയിൽ ഓഫ് ഓറഞ്ചിലൊക്കെ ഈ സിട്രാൽ അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി അത് എങ്ങനെയാണ് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സ് എന്നുള്ളതെന്നാണ് പറയുന്നത്. അതായത് ഈ ലെമൺ ഗ്രാസ് ഓയിലിന് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തും. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുമ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടും. ആ കിട്ടുന്ന ഫ്രാക്ഷനെ സാച്ചുറേറ്റഡ് സോഡിയം ബൈസൾഫേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യിക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ക്രിസ്റ്റലൈൻ ഫോമിലുള്ള ഒരു അഡീഷൻ പ്രോഡക്റ്റ് അതിന് ജനറേറ്റ് ചെയ്ത് കിട്ടും. ഒരു ക്രിസ്റ്റലൈസ് ഫോമിൽ ഒരു ബൈസൾഫേറ്റ് അഡീഷൻ പ്രോഡക്റ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ ക്രിസ്റ്റലൈൻ പ്രോഡക്റ്റ് അഡീഷൻ പ്രോഡക്റ്റിലായിരിക്കും സിട്രാൽ അടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഇനി ആ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ടിനെ ഡീകമ്പോസ് ചെയ്യുക. യൂസിങ് സോഡിയം കാർബണേറ്റ് വെച്ച് ഡീകമ്പോസ് ചെയ്യുമ്പോൾ പ്യുവറായിട്ടുള്ള സിട്രാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് പ്യുവർ സിട്രാലിനെ ഈ ലെമൺ ഗ്രാസ് ഓയിലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മെത്തേഡാണ് പറയുന്നത്. ആദ്യം ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്താം. അത് കഴിഞ്ഞ് അതിനെ സാച്ചുറേറ്റഡ് സോഡിയം ബൈസൾഫേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ക്രിസ്റ്റലൈൻ ഫോം കിട്ടും. ആ ക്രിസ്റ്റലൈൻ ഫോമിനെ ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്യുവർ സിട്രാൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്ട്രാക്ഷൻ മെത്തേഡ്. ഇനി അതിൻ്റെ സ്ട്രക്ചറിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. സ്ട്രക്ചർ വരുമ്പോൾ ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് സിസ് ട്രാൻസ് ഐസോമറിസം കാണിക്കുന്ന ആ ഒരു ഫിനോമിനനെയാണ് നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത്. ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവും ആറ്റംസ് എങ്ങനെയാണ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് സിസ് ഫോമും ട്രാൻസ്ഫോമും കിട്ടുന്നത്. ഇപ്പം ഇവിടെ വരുമ്പോൾ ഈ ഡബിൾ ബോണ്ടാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഈ ഡബിൾ ബോണ്ടിൻ്റെ ഇപ്പോഴത്തെ സൈഡിലുള്ളത് ഈ കാർബണിലുള്ള ഒന്ന് ഹൈഡ്രജനാണ്, ഒന്ന് CHO ഗ്രൂപ്പാണ്. അതുപോലെ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒന്ന് അടങ്ങിയിട്ടുള്ളത് CH3 ആണ്, പിന്നെ ഒരു ബൾക്കി ഗ്രൂപ്പാണ്. അപ്പോൾ ഈ 4 ഗ്രൂപ്പും വ്യത്യാസമായതുകൊണ്ട് നമ്മളിവിടെ നോക്കുന്നത് ഈ CHO ഗ്രൂപ്പും ഈ ബൾക്കി ഗ്രൂപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ് സിസ് ഫോം ആണോ ട്രാൻസ്ഫോം ആണോ എന്ന് പറയുന്നത്. അതായത് CHO ഗ്രൂപ്പും ബൾക്കി ഗ്രൂപ്പും ഒരേ പൊസിഷനിലാണ് വരണമെന്നുണ്ടെങ്കിൽ, ഡബിൾ ബോണ്ടിൻ്റെ ഒരേ സൈഡിലാണ് വരണമെന്നുണ്ടെങ്കിൽ അത് സിസ് ഫോമും, ഈ CHO ഗ്രൂപ്പ് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരണമെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫോമും ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഇപ്പോൾ CHO ഗ്രൂപ്പും ബൾക്കി ഗ്രൂപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിയിട്ടാണ് സിസ് ഫോമാണോ ട്രാൻസ്ഫോം ആണോ എന്നുള്ളത് പറയണത്. അപ്പോൾ ഈ സിട്രാൽ 2 ഫോമിലാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഒന്ന് സിട്രാൽ A, ഒന്ന് സിട്രാൽ B. സിട്രാൽ A എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിനെയാണ്. ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ ഡബിൾ ബോണ്ടിന് CHO ഇവിടെ, ബൾക്കി ഗ്രൂപ്പ് ഈ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷനായ കാരണം ഇതാണ് അതിൻ്റെ ട്രാൻസ്ഫോം. ഇവിടെ ഈ CHO ഗ്രൂപ്പും ബൾക്കി ഗ്രൂപ്പും ഒരേ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, ഒരേ സൈഡിലാണ് നിൽക്കുന്നത് കൊണ്ട് ഇതൊരു സിസ് ഫോമും ആയിരിക്കും. അപ്പോൾ ഈ സിട്രാൽ A അല്ലെങ്കിൽ ഇതിനെയാണ് ജെറാനിയൽ എന്ന് പറയുന്നത്. ജെറാനിയോൾ അല്ല, ജെറാനിയൽ. ആൻഡ് സിട്രാൽ B ആണ് നെറാൽ എന്ന് പറയുന്നത്. അതിൻ്റെ പറയുന്ന ഓരോ സ്പെസിഫിക് ആയിട്ട് ഒരു പേരിട്ടിട്ടുള്ളതാണ്. എല്ലാതും സിട്രാൽ തന്നെയാണ്. അതിൻ്റെ സിസ് ഫോമിനും ട്രാൻസ്ഫോമിനും സ്പെസിഫിക് ആയിട്ടൊരു നെയിം കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ CHO ഗ്രൂപ്പും ബൾക്കി ഗ്രൂപ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നോക്കിയിട്ടാണ് അത് സിസ് ആണോ ട്രാൻസ് ആണോ എന്നുള്ളത് പറയുന്നത്. പിന്നെ ഈ സിട്രാലിനെ നമുക്കൊരു എസൈക്ലിക് ഡൈ ഒലിഫീനിക് ആൽഡിഹൈഡ് ആയിട്ട് പറയാം. എസൈക്ലിക് ഇതിൽ സൈക്ലിക് അല്ല, ഡൈ ഒലിഫീനിക് എന്ന് പറയുന്നത് ഇതിലൊരു 2 ഡബിൾ ബോണ്ട് ഉള്ള കാരണമാണ് ഇതിന് ഡൈ ഒലിഫീൻ എന്ന് പറയുന്നത്. പിന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത് കാരണം ഇതൊരു ആൽഡിഹൈഡാണ്. അപ്പോൾ ഒരു എസൈക്ലിക് ഡൈ ഒലിഫീനിക് ആൽഡിഹൈഡാണ് സിട്രാൽ.
ഇനി സിട്രാലിൽ നമ്മൾക്കിപ്പോൾ നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന കോമ്പൗണ്ടിൽ നിന്ന് നമ്മൾ സിട്രാൽ ഐസൊലേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞു. അപ്പോൾ നാച്ചുറൽ ഒക്കർ ചെയ്യുന്ന ലെമൺ ഗ്രാസ് ഓയിലിൽ നിന്നും അതിൽ നിന്ന് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന സിട്രാൽ ഐസൊലേറ്റ് ചെയ്തെടുത്ത സിട്രാൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 90% ഉണ്ടായിരിക്കുക സിട്രാൽ എ ആയിരിക്കും. അതായത് സിട്രാലിൻ്റെ ട്രാൻസ്ഫോം ആയിരിക്കും 90% ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള ഭാഗം മാത്രമാണ് സിട്രാൽ ബി ഉണ്ടായിരിക്കുക. അതായത് നാച്ചുറലി ഒക്കർ ചെയ്യുന്ന സിട്രാൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ മിക്സ്ചർ ഓഫ് ട്രാൻസ് ആൻഡ് സിസ്ഫോം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ട്രാൻസ്ഫോം ആയിരിക്കും, സിസ്ഫോം കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ്. ഇപ്പോൾ ബൾക്കി ഗ്രൂപ്പും CHO ഗ്രൂപ്പും അകന്നകന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതൊരു സ്റ്റേബിൾ കോമ്പൗണ്ടാണ്. ഇവിടെ വരുമ്പോൾ ബൾക്കി ഗ്രൂപ്പുകൾ അടുത്തടുത്താണ് വരുന്നത്, സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ഫോം ആയിരിക്കും കൂടുതലും കാണിക്കുന്നുണ്ടാവുക. ഇത്രയാണ് സിട്രാലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്തത് അതിൻ്റെ യൂസസ് ആണ് പറയുന്നത്. മെയിനായിട്ടും സിന്തറ്റിക് ലെമൺ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോപ്സിൽ, പെർഫ്യൂംസിൽ ആ ഒരു ഓർഡർ ഓഫ് ലെമൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യണോ ആ ഇവിടെയൊക്കെ നമുക്ക് സിട്രാൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ പല എന്താ പറയുക, ഇപ്പോൾ സോപ്പിന് ലെമണിൻ്റെ സ്മെല്ല് വരുന്നതുണ്ട്. അതുപോലെ ഇങ്ങനെ ഈ നാരങ്ങയുടെ മണം വരുന്ന പെർഫ്യൂമുകളൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അതിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ സിട്രാലാണ്. പിന്നെ അതുപോലെ വൈറ്റമിൻ എയുടെ സിന്തസിസിൽ സ്റ്റാർട്ടിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ സിട്രാലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് യൂസായിട്ട് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സിന്തറ്റിക് റോസ് പെർഫ്യൂംസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജെറാനിയോളാണ്. ആ ജെറാനിയോളിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടും സിട്രാൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ യൂസസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ സിട്രാലിനെ കുറിച്ചിട്ട് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് നോക്കുക, സോഴ്സിൽ നിന്ന് അത് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിൻ്റെ സ്ട്രക്ചർ, അത് എക്സിബിറ്റ് ചെയ്യുന്ന ജോമെട്രിക്കൽ ഐസോമറിസം, പിന്നെ അതിൻ്റെ യൂസസ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സിട്രാലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതാണ് മെന്തോൾ. നമ്മൾ പെപ്പർമിൻറ്റ് ഓയിലിൽ നിന്നാണ് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. പുതിനയിലൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു ഹെർബൽ സ്പീഷീസാണ്. പെപ്പർമിൻറ്റ് ഓയിലിൽ നിന്നാണ് മെന്തോൾ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക. മെന്തോളിൻ്റെ മോളിക്കുലർ ഫോമുലാണ് C10H20O. അതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു സൈക്ലിക് കോമ്പൗണ്ടാണ്, സൈക്ലിക് ആൽക്കഹോളാണ്. സൈക്ലിക് കോമ്പൗണ്ടാണ്, വേറെ ആറ്റംസ് ഒന്നും വരുന്നില്ല. പിന്നെ അതിൽ വരുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത് കാരണം ഇതൊരു സൈക്ലിക് ആൽക്കഹോളാണ്. ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. അപ്പോൾ പെപ്പർമിൻറ്റ് ഓയിലിൽ നിന്നാണ് നമുക്കിത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക. അപ്പോൾ പെപ്പർമിൻറ്റ് ഓയിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞാൽ മെന്തോൾ അതിൽ നിന്ന് ക്രിസ്റ്റലൈസ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ പ്യുവർ ഫോമിലുള്ള മെന്തോൾ പെപ്പർമിൻറ്റ് ഓയിലിന് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്താൽ മതി. ഇനി അതിൻ്റെ യൂസസ് ആണ് പറയണത്. മെയിനായിട്ടും അതൊരു കൂളിംഗ് ഏജൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കൂളിംഗ് സെൻസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് മെന്തോൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഈ ത്രോട്ട് ലോസഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ വിക്സിൻ്റെ മിഠായി മേടിച്ച് കഴിക്കാറില്ല. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്കൊരു കൂളിംഗ് ഫീൽ കിട്ടാറുണ്ട്. അതാണ് ഈ മിഠായി അല്ലെങ്കിൽ ഗുളിക. അതിനൊക്കെയാണ് ത്രോട്ട് ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഗുളിക, മിഠായിനൊക്കെയാണ് ത്രോട്ട് ലോസഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ചൂയിങ്കം, ഇൻഹൈലേഴ്സിലൊക്കെ നമുക്ക് ആ ഒരു കൂളിംഗ് സെൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും മെന്തോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ത്രോട്ട് ഇൻഫെക്ഷൻ പറഞ്ഞ ഗാർഗിൾസ്, മൗത്ത് വാഷസ്, ടൂത്ത് പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിലും ഈ ഒരു കൂളിംഗ് സെൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഓയിൻമെൻറ്റ്, ലിനിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ കുഴമ്പ്, തൈലം അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പോൾ അതിനും ഈ കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫേസ് ക്രീംസിൽ, ഷേവിങ് ക്രീംസിൽ, അതുപോലെ തന്നെ ചില സിഗരറ്റ്സിലും കാൻഡിൽസിലൊക്കെ ഈ ഒരു കൂളിംഗ് സെൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഈ ഒരു കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് ആൻറ്റിസെപ്റ്റിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അനാൽജസിക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, മൈൽഡ് അനസ്തേറ്റിക് റിയേജൻ്റായിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. മെയിനായിട്ട് കൂളിംഗ് സെൻസേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ സിഗരറ്റ്സിൽ, കാൻഡിൽസിൽ, ഷേവിങ് ക്രീംസ്, ഫേസ് ക്രീംസ്, അതുപോലുള്ള ഓയിൻമെൻറ്റ്സ്, ലിനിമെൻറ്റ്സ്, മൗത്ത് വാഷസ്, ഇത്രയും കാര്യങ്ങളിലൊക്കെ മെന്തോൾ യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടെർപ്പിനോയിഡാണ് മെന്തോൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടെർപ്പിനോയിഡാണ് നാച്ചുറൽ റബ്ബർ. അതൊരു പോളി ടെർപ്പിനോയിഡിന് എക്സാമ്പിളാണ് നാച്ചുറൽ റബ്ബർ.
അപ്പോൾ നമ്മൾ ഐസോപ്രീൻ റൂളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. C5H8N ആണ് അതിൻ്റെ ബേസിക്കായിട്ട് നമ്മളൊരു ജനറൽ മോളിക്കുലർ ഫോമുലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നാച്ചുറൽ റബ്ബറിൻ്റെ മോളിക്കുലർ ഫോമുല അത് തന്നെയാണ് C5H8N. C5H8 എന്ന് പറയുന്ന ഐസോപ്രീൻ യൂണിറ്റുകൾ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു പോളിമറാണ് നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്നത്. അപ്പോൾ പോളിമർ, ഈ ഒരു നാച്ചുറൽ റബ്ബർ നമുക്ക് കാണപ്പെടുന്നത് ലാറ്റക്സിലാണ്. ലാറ്റക്സ് എന്ന് പറയുന്നത് വാട്ടറിൽ ഫോം ചെയ്യുന്ന ഒരു കൊളോയിഡൽ ഡിസ്പേർഷൻ ഓഫ് റബ്ബർ പാർട്ടിക്കിൾസ്. അതായത് വാട്ടറിൽ റബ്ബർ പാർട്ടിക്കിൾസിൻ്റെ ഒരു കൊളോയിഡൽ ഡിസ്പേർഷനെയാണ് ലാറ്റക്സ് എന്ന് പറയുന്നത്. ലാറ്റക്സ് എന്ന് പറയുന്നത് നമ്മൾ റബ്ബറിൽ നിന്ന് പാലെടുക്കില്ലേ, റബ്ബറിൽ നമ്മൾ അതിൻ്റെ മരത്തിൻ്റെ തണ്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിൽ നമുക്കൊരു ലിക്വിഡ് ഫോം കിട്ടും. അതാണ് അതിൻ്റെ റബ്ബറിൻ്റെ പാലെന്ന് പറയുന്നത്. അതാണ് ഈ ലാറ്റക്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു ബാർക്ക് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാറ്റക്സ് യൂസ് ചെയ്ത് വരും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ടും ലാറ്റക്സ് തന്നെയാണ് അതിൻ്റെ സോഴ്സായിട്ട് പറയുന്നത്. ഇനി അതിനെങ്ങനെയാണ് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ലാറ്റക്സിനെ നമ്മൾ അതിന് ഡൈല്യൂട്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, അതിനുശേഷം ഒന്നെങ്കിൽ ഫോമിക് ആസിഡുമായിട്ടോ അല്ലെങ്കിൽ അസറ്റിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊയാഗുലേറ്റ് ചെയ്ത് ഒരു വൈറ്റ് മാസ്സായിട്ട് മാറും, ഒരു മാസ് ലൈക്ക് കോമ്പൗണ്ടായിട്ട് മാറും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് മാസ്സാണ് അതിന്ന് ഫോം ചെയ്യുക. അത് കഴിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ അതിനെ റോൾ ചെയ്ത് ഷീറ്റൊക്കെ ആക്കി മാറ്റും. ഷീറ്റൊക്കെ ആയിട്ട് നമ്മൾ അതിനെ സ്മോക്ക് ചെയ്ത് ഒരു ഈ ഒരു ടെമ്പറേച്ചർ കണ്ടീഷനിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ചൂടാക്കാം. അങ്ങനെയാണ് ഈ റബ്ബറിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക. അത് ആദ്യം ഈ ലാറ്റക്സിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, അത് കഴിഞ്ഞ് ഫോമിക് ആസിഡോ അസിറ്റിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു നല്ല കൊയാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൂട്ടം കൂടിയിട്ട് ഒന്ന് എന്താ പറയുക, ഒരു മാസ് ലൈക്ക് ഫോം ചെയ്യുക. ഒരു വൈറ്റ് മാസ് ഫോം ചെയ്യും. വളരെ സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ നേച്ചർ. പിന്നെ ആ കോമ്പൗണ്ടിനെ റോൾ ചെയ്ത് ഷീറ്റ് പോലെ ആക്കണം. ഒരു അത്ര തിന്നല്ല, എന്നാലും ഒന്ന് പരത്തി ഒരു ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറാക്കി മാറ്റുകയാണ് ചെയ്യണത്. എന്നിട്ട് ഒരു ചെറിയൊരു ടെമ്പറേച്ചറിൽ അതിനൊന്ന് സ്മോക്ക് ചെയ്യിക്കുക. ഈ ഒരു റബ്ബറിൻ്റെ ഒരു ഫോം എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, സ്റ്റിക്കിയാണ്, പിന്നെ എലാസ്റ്റിക് നേച്ചർ കാണിക്കുന്ന ആ ഒരു നേച്ചറായിരിക്കും ആ ഒരു ക്രൂഡ് റബ്ബറിന് ഉണ്ടായിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അത് വാട്ടറിലും ആൽക്കഹോളിലും അസറ്റോൺ, അതായത് ഇതൊക്കെ ഒരു പോളാർ നേച്ചറുള്ള സോൾവെൻസ് ആണ്. പോളാർ സോൾവെൻസിൽ ഒന്നും അത് സോലുബിൾ ആയിരിക്കില്ല, ഇൻസൊല്യൂബിൾ ആണ്. പക്ഷേ നോൺ പോളാർ സോൾവെൻസിലതൊക്കെ സോലുബിൾ ആയിരിക്കും. നോൺ പോളാർ സോൾവെൻസിന് എക്സാമ്പിളാണ് ഈ ഈതർ, CCl4, ഗ്യാസോളിൻ ഒക്കെ പറയണത്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന കോമ്പൗണ്ട് നോൺ പോളാർ സോൾവെൻസിൽ സോലുബിൾ ആയിരിക്കില്ല, നോൺ പോളാർ സോൾവെൻസിലാണ് അത് സോലുബിൾ ആവുക. ഇത്രയാണ് അത് നാച്ചുറിൻ്റെ ആ ഒരു സോഴ്സും അതിൻ്റെ സെപ്പറേഷനും കാര്യങ്ങളൊക്കെ പറയണത്. ഇനി അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് പറയണത്. അപ്പം നാച്ചുറൽ റബ്ബർ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഐസോപ്രീൻ യൂണിറ്റുകളുടെ ഒരു പോളിമറാണ് നാച്ചുറൽ റബ്ബർ. അപ്പം അതിൻ്റെ മോളിക്കുലർ ഫോമുല C5H8N. ഇപ്പം ഇതാണ് ഐസോപ്രീൻ്റെ സ്ട്രക്ചർ. CH2 ഡബിൾ ബോണ്ട് C, അതിന് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് CH2 ഉണ്ട്, CH ഡബിൾ ബോണ്ട് CH2. ഇതാണ് ഒരു ഐസോപ്രീൻ യൂണിറ്റ്. അതിൻ്റെ IUPAC നെയിമാണ്. അപ്പോൾ ഇതുപോലെയുള്ള N ഐസോപ്രീൻ യൂണിറ്റുകൾ ജോയിൻ ചെയ്ത് ഒരു പോളിമർ ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഡബിൾ ബോണ്ട് പോവും, ഈ ഡബിൾ ബോണ്ട് പോവും. അപ്പോൾ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ കാർബണിൽ ഒരു വാലൻസി വരും, ഈ കാർബണിൽ ഒരു വാലൻസി വരും. അപ്പോൾ ഈ കാർബണിലുമാണ് ഇനി അടുത്ത ഐസോപ്രീൻ യൂണിറ്റുകൾ ജോയിൻ ചെയ്ത് ഒരു പോളിമർ ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ പോളിമർ നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത് ഐസോപ്രീൻ ആണെങ്കിൽ ഇത് പോളി ഐസോപ്രീൻ ആണ്. ഈ പോളി ഐസോപ്രീൻ ആണ് നാച്ചുറൽ റബ്ബർ. ഇനി ഇവരുടെ ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് 1,4 അഡീഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ, ഇത് 1, 2, 3, 4. അപ്പോൾ ഈ 1 പൊസിഷനിലും 4 പൊസിഷനിലാണ് അഡീഷൻ നടക്കുന്നത്, അതായത് ആദ്യത്തെ ഐസോപ്രീൻ. അപ്പോൾ ഇതിൻ്റെ 4th പൊസിഷൻ അടുത്ത ഐസോപ്രീൻ്റെ ഫസ്റ്റ് കാർബണുമായിട്ടായിരിക്കും ബോണ്ട് ഫോം ചെയ്യുന്നുണ്ടാവുക. അതാണ് ഈ 1,4 അഡീഷൻ ഓഫ് ഐസോപ്രീൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ ഹെഡ് ടു ടെയിൽ അഡീഷൻ എന്നും പറയാം. അതായത് ഒന്നിൻ്റെ ഹെഡാണ് ഇതാണ് അതിൻ്റെ ഹെഡായിട്ട് വരുന്നത്, ഇതാണ് അതിൻ്റെ ടെയിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഹെഡും ഈ ടെയിലും തമ്മിലുള്ള ബോണ്ട് ഫോം ചെയ്തിട്ടാണ് നാച്ചുറൽ റബ്ബറിന് പോളിമർ ഫോം ചെയ്യണത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ജോയിനിങ് ആയിട്ട് പറയണത്. ഇപ്പം ഇതിൽ നമ്മൾ എഴുതിക്കണം എന്താ വെച്ചാൽ ഐസോപ്രീൻ യൂണിറ്റിനെ
അപ്പോൾ ഐസോപ്രീൻ യൂണിറ്റ് എന്ന് പറയുന്നത് CH2 ഡബിൾ ബോണ്ട് CH3 CH ഡബിൾ ബോണ്ട് CH2 ഇതായിരുന്നു ഐസോപ്രീൻ യൂണിറ്റ്. അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ, അതായത് അടുത്ത ഐസോപ്രീൻ യൂണിറ്റ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ CH2 CH3 CH ഡബിൾ ബോണ്ട് CH2. ഇപ്പോൾ 2 ഐസോപ്രീൻ യൂണിറ്റ് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ബോണ്ട് പോയിട്ടാണ് ഈ കാർബണിലായിട്ട് ബോണ്ട് ഫോം ചെയ്യുക. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. അതേപോലെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഈ ബോണ്ട് പോയിട്ടാണ് അടുത്ത ഐസോപ്രീൻ യൂണിറ്റുമായിട്ട് ബോണ്ട് ഫോം ചെയ്യണത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇപ്പോൾ ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ. ഇത് അടുത്ത ഐസോപ്രീൻ യൂണിറ്റിൻ്റെ 1, 2, 3, 4. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഐസോപ്രീൻ യൂണിറ്റിൻ്റെ 4th കാർബണും സെക്കൻഡ് ഐസോപ്രീൻ യൂണിറ്റിൻ്റെ 1st കാർബണും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തു. ബോണ്ട് ഫോം ചെയ്തിട്ട് ഇങ്ങനെയാണ് കിട്ടുക, CH2 സിംഗിൾ ബോണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത് വാലൻസി വരും കേട്ടോ, CH3. ഇവിടെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഡബിൾ ബോണ്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് പോയപ്പോൾ സിംഗിൾ ബോണ്ട് CH2. അത് ഈ ബോണ്ട് ഫോം ചെയ്ത് ഈ കാർബണുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. CH2 ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ CH3 ഇവിടെ ഡബിൾ ബോണ്ട് വരും, CH സിംഗിൾ ബോണ്ട് CH2 ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ബോണ്ട് വരും. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഈ ഒരു ഐസോപ്രീൻ യൂണിറ്റുകൾ ജോയിൻ ചെയ്ത് വരിക. അപ്പം ഇത് 4th കാർബൺ, ഇത് 1st കാർബൺ, അങ്ങനെ ഒരു 1,4 അഡീഷനാണ് നാച്ചുറൽ റബ്ബർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നുണ്ടാവാം. അപ്പം ഇതിലവർ ജസ്റ്റ് ഒന്ന് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഐസോമറിസം എങ്ങനെയാണ്, ആ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എഴുതിയിട്ടുള്ളത്. അതായത് ഈ ഒരു കോമ്പൗണ്ട്, ഇപ്പം ഇതിൽ ഈ ഡബിൾ ബോണ്ടിന് ചുറ്റുമുള്ള കോമ്പൗണ്ട് ഏതൊക്കെയായിരിക്കും? ഇതാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ. കാണാല്ലേ അല്ലേ, സോറി. അതായത് ഇതാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു CH2 ഉണ്ട്, ഒരു CH3 ഉണ്ട്. അടുത്ത ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ വരുന്നത് ഇത്രയും ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് എഴുതിയിട്ടുള്ളത്. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം ഇവിടെ ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് ഇത്, C ഡബിൾ ബോണ്ട് C, ഈ ഡബിൾ ബോണ്ടഡ് കാർബൺ. അപ്പോൾ ഈ കാർബണിൽ വരുന്ന CH2 ആണ് ഈ CH2, ഈ CH3 ആണ് ഈ CH3. പിന്നെ ഡബിൾ ബോണ്ട് കാർബൺ, പിന്നെ വരുന്ന ഹൈഡ്രജൻ, ആ ഹൈഡ്രജൻ ആണ് ഇത്. പിന്നെ അടുത്ത് വരുന്ന ഈ CH2 ആണ് ഈ CH2. പിന്നെ അടുത്ത ഡബിൾ ബോണ്ട് കാർബൺ ആണ് ഈ കാർബൺ. അപ്പോൾ ഈ CH2C ആണ് ഈ CH2C, അതിലുള്ള CH3 ആണ് ഇത്. അങ്ങനെയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇത് എഴുതിക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഇതേപോലെ തന്നെ ഇവിടെയും ബൾക്കി ഗ്രൂപ്പുകൾ ഇപ്പുറത്ത് ജോയിൻ ചെയ്യാം, അതുപോലെ ഇവിടെ ഇപ്പുറത്തെ ബൾക്കി ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതെല്ലാതും സ്മോൾ ഗ്രൂപ്പുകളാണ്. അപ്പോൾ ബൾക്കി ഗ്രൂപ്പുകൾ എല്ലാതും ഡബിൾ ബോണ്ടിൻ്റെ ഒരേ സൈഡിലാണ് ഓറിയൻറ്റ് ചെയ്യുന്നത്. വളരെ ചെറിയ ഗ്രൂപ്പുകളൊക്കെ ഡബിൾ ബോണ്ട് ഒരേ സൈഡിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഇതൊരു സിസ് ഫോമാണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് നാച്ചുറൽ റബ്ബർ ഒരു സിസ് പോളി ഐസോപ്രീൻ ആണ്, ട്രാൻസ്ഫോം ആയിരിക്കില്ല. ബൾക്കി ഗ്രൂപ്പുകൾ എല്ലാതും ഒരേ സൈഡിൽ തന്നെയായിരിക്കും അറേഞ്ച് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാരണം നാച്ചുറൽ റബ്ബർ ഒരു സിസ് പോളി ഐസോപ്രീൻ ആണ്. ഇത്രയാണ് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വോൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നാച്ചുറൽ റബ്ബറിന് ഓൾറെഡി അതിന് സ്വന്തമായിട്ട് കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറയണത് ഒന്നാണ്, അത് ഹൈ ടെമ്പറേച്ചറിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും. ലോ ടെമ്പറേച്ചർ ആകുമ്പോൾ അതിന് പൊട്ടിപ്പോകാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി അത് നാച്ചുറൽ റബ്ബറിന് വളരെ ഹൈ ആയിരിക്കും, വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ അതിൻ്റെ സോൾവെൻസിലുള്ള സോലബിലിറ്റി നേച്ചർ പറഞ്ഞു. പോളാർ സോൾവെൻസ് പോലെയുള്ള വാട്ടർ, ആൽക്കഹോൾ, അസറ്റോൺ പോലെയുള്ള പോളാർ സോൾവെൻസിൽ റബ്ബർ സോലുബിൾ ആയിരിക്കില്ല, ഇൻസോലുബിൾ ആണ്. പക്ഷേ നോൺ പോളാർ സോൾവെൻസ് ആയിട്ടുള്ള ഈ ഈതർ, CCl4, ഗ്യാസോളിനൊക്കെ അത് സോലുബിൾ ആണ്. അപ്പോൾ ഇറ്റ് ഈസ് സോലുബിൾ ഇൻ നോൺ പോളാർ സോൾവെൻസ്. പിന്നെ അതുപോലെ തന്നെ ഓക്സിഡൈസിങ് ഏജൻറ്റുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്.
അപ്പം നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വോൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. വോൾക്കനൈസേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പോളിമറിൻ്റെ അല്ലെങ്കിൽ എലാസ്റ്റോമറിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചില ആറ്റത്തിൻ്റെ നെറ്റ്വർക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അതിനൊരു ക്രോസ് ലിങ്ക് ഫോം ചെയ്യും. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വോൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ഓഫ് ക്രോസ് ലിങ്ക്സ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എൻ എലാസ്റ്റോമർ വിത്ത് എ വ്യൂ ടു ഇംപ്രൂവ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ നടക്കുന്നത്. ഒരു നെറ്റ്വർക്ക് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് ക്രോസ് ലിങ്ക്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പോളിമറിൻ്റെ ഇടയിലേക്ക്. അപ്പോൾ അവിടെ അതൊരു പ്രത്യേക ടൈപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യും, ഒരു ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യും, അങ്ങനെ അതിൻ്റെ പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരികയാണ് ചെയ്യണത്. നമ്മൾ നാച്ചുറൽ റബ്ബറിൽ വോൾക്കനൈസേഷൻ നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്നത് സൾഫർ ആറ്റംസ് ആണ്. സൾഫർ ആറ്റത്തിൻ്റെ ക്രോസ് ലിങ്ക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ കണ്ടീഷൻ 110 to 140, 110 മുതൽ 140 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ കണ്ടീഷൻ. ഇപ്പോൾ നാച്ചുറൽ റബ്ബറിന് നമ്മൾ വോൾക്കനൈസ് ചെയ്യുന്നത് സൾഫറുമായിട്ട് ഹീറ്റ് ചെയ്തിട്ടാണ് വോൾക്കനൈസേഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവണ എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് നമ്മൾ സൾഫറിൻ്റെ ചെയിൻ നമ്മൾ ഈ ഒരു പോളിമർ ചെയിനുള്ളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാച്ചുറൽ റബ്ബറിൻ്റെ സ്ട്രക്ചർ വരുന്നതെന്ന് വിചാരിക്കുക. ഡബിൾ ബോണ്ടഡ് കാർബൺ അതിൻ്റെ ഈ സൈഡിലും ഉള്ളിൽ കുറച്ച് കാർബൺ CH2 ബോണ്ടൊക്കെ വരുന്നുണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ആരോ ഇട്ട് കാണിക്കുകയാണ് ചെയ്യണത്, ഈ ഒരു ലൈൻ ഇട്ട് കാണിക്കുകയാണ് ചെയ്യണത്. ഇതാണ് നമ്മുടെ നാച്ചുറൽ റബ്ബറിൻ്റെ പല യൂണിറ്റുകളെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഒരു നാച്ചുറൽ റബ്ബറിൻ്റെ ഒരു പോളിമറാണ്, ഇതൊരു പോളിമറാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ സൾഫറിൻ്റെ ലിങ്കുകൾ അല്ലെങ്കിൽ സൾഫർ നെറ്റ്വർക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡബിൾ ബോണ്ടൊക്കെ നഷ്ടപ്പെട്ടിട്ട് ആ ഡബിൾ ബോണ്ടഡ് കാർബണിലൊക്കെ ഇതുപോലെ സൾഫർ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ നാച്ചുറൽ റബ്ബറിലായിരിക്കില്ല സൾഫർ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. പല നാച്ചുറൽ റബ്ബർ യൂണിറ്റുകൾ പരസ്പരം ഒരു ക്രോസ് ലിങ്ക് ഫോം ചെയ്യുക. അപ്പോൾ ഈ കാർബണും ഇവിടുത്തെ ഈ ചെയിനിലെ കാർബണും സൾഫർ വഴി ലിങ്ക് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പം ഇങ്ങനെ ഒരു ക്രോസ് ലിങ്ക് ഫോം ചെയ്യും. ഇപ്പം ഇതാണ് നാച്ചുറൽ റബ്ബർ ആണെങ്കിൽ ഇതാണ് വോൾക്കനൈസ്ഡ് റബ്ബർ. അപ്പോൾ വോൾക്കനൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവിടെ ക്രോസ് ലിങ്ക് ഫോം ചെയ്യണത്. സൾഫറിൻ്റെ ഷോർട്ട് ചെയിൻസ് നമ്മൾ ഈ ഒരു പോളിമർ ചെയിനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ വോൾക്കനൈസേഷൻ പ്രോസസ്സിനെ ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റിയേജൻസ് യൂസ് ചെയ്യാറുണ്ട്. അതൊന്നാണ് ബ്യൂട്ടൈറാൾഡിഹൈഡ് അനിലിൻ, പിന്നെ അതിനാണ് നമ്മൾ ഷിഫ്റ്റ് ബേസ് എന്ന് പറയുക ആ ഒരു മിക്സ്ചറിന്. പിന്നെ ഡൈ ഓർത്തോ ടൊളൈൽ ഗ്വാനിഡിൻ, ഇതാണ് വേറെ ഒന്ന് യൂസ് ചെയ്യുന്ന ഒരു ആക്സിലറേറ്റർ. പിന്നെ ഒന്ന് സിങ്ക് ഡൈമെഥൈൽ ഡൈതയോ കാർബണേറ്റ്. അപ്പോൾ ഈ ഒരു റിയേജൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾക്കനൈസേഷൻ പ്രോസസ്സ് ഒന്നും കൂടി ഒന്ന് ആക്സിലറേറ്റ് ചെയ്യാൻ സ്പീഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് ആക്സിലറേറ്റേഴ്സ് ഫോർ വോൾക്കനൈസേഷൻ എന്ന് പറയുന്നത്. ആക്സിലറേറ്റേഴ്സ് എന്നാണ് പറയുക. അതിൻ്റെ റിയേജൻസിൻ്റെ ജസ്റ്റ് പേരൊക്കെ ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുള്ളതാണ്. ആക്സിലറേറ്റേഴ്സ് ഏതൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് വോൾക്കനൈസേഷനിൽ പറയാനുള്ളത്. ഇനി അടുത്ത് പറയണത് ഈ വോൾക്കനൈസേഷൻ കൊണ്ട് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് എങ്ങനെയും വളരെ നല്ല മാറ്റങ്ങളായിരിക്കും റബ്ബറിനുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വോൾക്കനൈസേഷൻ ചെയ്യണത് തന്നെ. അപ്പോൾ വോൾക്കനൈസേഷൻ മെയിനായിട്ടും സ്റ്റിഫ്നെസ്സിൽ മാറ്റം വരുത്തുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് സ്റ്റിഫ്നെസ് ടു ദ മെറ്റീരിയൽ. പിന്നെ അതുപോലെ സ്ട്രെങ്ത്തും അതിൻ്റെ റെസീലിയൻസും ഇമ്പ്രൂവ് ചെയ്യിക്കുന്നു. സ്ട്രെങ്ത്ത് അറിയാം, റെസീലിയൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയാണ്. അത് ജസ്റ്റ് അതിനൊന്ന് ഡീഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലേക്ക് വരാനുള്ള അതിൻ്റെ ഒരു എബിലിറ്റിനാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത്തിൽ വ്യത്യാസം വരും, എക്സ്റ്റെൻഡബിലിറ്റി, റെസീലിയൻസ്, റെസിസ്റ്റൻസ് ടു വിയർ ആൻഡ് ടിയർ ആൻഡ് മൗൾഡബിലിറ്റി. ഇത്രയും കാര്യങ്ങളിലൊക്കെ അതിന് കുറച്ചുകൂടി നല്ല പ്രോപ്പർട്ടീസൊക്കെ ഇമ്പ്രൂവ് ആവും. പിന്നെ പറയുന്നത് അതിൻ്റെ സ്റ്റിഫ്നെസ് ആണ്. സ്റ്റിഫ്നെസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിഫ്നെസ് നമ്മൾ ആഡ് ചെയ്യുന്ന സൾഫറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും സ്റ്റിഫ്നെസ് വരുന്നത്. അപ്പോൾ അതായത് മെയിനായിട്ട് സൾഫർ കണ്ടൻറ്റ് കൂടുമ്പോൾ, അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന റബ്ബറിൽ നാച്ചുറൽ റബ്ബറിൽ സൾഫർ ആഡ് ചെയ്യുമ്പോൾ ആ റബ്ബറിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യാണ്. സൾഫർ കണ്ടൻറ്റ് കൂടുമ്പോൾ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആദ്യം
ഇപ്പോൾ സ്റ്റിഫ്നെസ് ആ സൾഫറിൻ്റെ കണ്ടൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ 3 to 5% സൾഫർ അടങ്ങിയിട്ടുള്ള റബ്ബറാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് അത് യൂസ് ചെയ്യുന്നത് ടയറിലും ബെൽറ്റൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈപ്പ് റബ്ബർ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ 30% സൾഫർ അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ ബാറ്ററിയുടെ കേസുകളൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൾഫർ യൂസ് ചെയ്യുക. കുറച്ചുകൂടി സ്റ്റിഫായിരിക്കും ആ ഒരു റബ്ബർ. പിന്നെ 32% സൾഫർ അടങ്ങിയ നമ്മൾ അതിന് എബണൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് റബ്ബർ എന്നാണ് പറയുക. അപ്പോൾ സൾഫറിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിഫ്നെസ് കൂടുകയാണ് ചെയ്യണത്. അപ്പോൾ 32% സൾഫർ അടങ്ങിയിട്ടുള്ള റബ്ബറിനെയാണ് എബണൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് റബ്ബർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഇൻസുലേഷൻ യൂസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻസുലേറ്ററായിട്ട് ഈ ഒരു റബ്ബർ എബണൈറ്റ് അല്ലെങ്കിൽ ഹാർഡ് റബ്ബറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിന് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കില്ല. അപ്പോൾ സൾഫർ കണ്ടൻറ്റ് കൂടുന്നതിനനുസരിച്ച് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി അവിടെ കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഇത്രയാണ് നാച്ചുറൽ റബ്ബറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ നാച്ചുറൽ റബ്ബറിൽ നമ്മളതിൻ്റെ സ്ട്രക്ചറും അതിനെങ്ങനെയാണ് ഐസൊലേറ്റ് ചെയ്തെടുക്കണത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെർപ്പിനോയിഡ്സിൽ പഠിക്കാനുള്ളത്. ഇനി അതിലേക്ക് നിങ്ങൾ എസെൻഷ്യൽ ഓയിൽസിലാണ് നമ്മൾ ടെർപ്പിനോയിഡ്സ് അടങ്ങിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസെൻഷ്യൽ ഓയിൽസ് ഒരു 3 എസെൻഷ്യൽ ഓയിൽസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ യൂസസ് മാത്രമേ ഉള്ളൂ. ഒന്ന് ലെമൺ ഗ്രാസ് ഓയിലുണ്ട്, പിന്നൊന്ന് യൂക്കാലിപ്റ്റസ് ഓയിലുണ്ട്, പിന്നെ ഒന്ന് സാൻഡൽവുഡ് ഓയിലുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ യൂസസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ. ഞാൻ അങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അത് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു.